പാലക്കാട് വാഹനം തട്ടി നിർത്താതെ പോയത് ചോദ്യം ചെയ്തതിന് നാട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. മണ്ണാർക്കാട് അലനല്ലൂരിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. 3 പേരെ നാട്ടുകാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം. ഗോകുൽ വേസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എപ്പോഴാണ് ഇവരെ പിടിയിലാക്കാൻ സാധിച്ചത്? എന്താണ് ഈ പ്രകോപനം? ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിക്കാണ് സംഭവം ഉണ്ടാകുന്നത്. അലനല്ലൂരിലെ ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ട ഒരു കാറിലേക്ക് ഇവർ സഞ്ചരിച്ച വാഹനം ഇടിക്കുകയായിരുന്നു. ഈ കാറിലാകെ ഈ കസ്റ്റഡിയിലായ 3 യുവാക്കളടക്കം 5 പേരുണ്ടായിരുന്നു. ഇവർ വാഹനം ഇടിച്ചതിന് ശേഷം നിർത്താതെ പോയി കുറച്ച് ദൂരം, ഏകദേശം ഒരു 100-200 മീറ്ററിന് ശേഷം ഇവരെ പിന്തുടർന്ന് നാട്ടുകാർ പിടികൂടുന്നു. പിടികൂടിയതിന് ശേഷമാണ് ആ പിടികൂടിയ നാട്ടുകാർക്ക് നേരെയാണ് ഈ യുവാക്കൾ തിരിയുകയായിരുന്നു. അവർ അസഭ്യം പറയുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒരു 3 പേർക്ക് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സംഘം അവിടെ നിന്ന് മുങ്ങി. പിന്നീട് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. ഏകദേശം 3 പേരെയാണ് ആദ്യം പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. പോലീസിനോട് ഇവർ സമാനമായ രീതിയിൽ അസഭ്യവർഷം നടത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 3 പേർ കസ്റ്റഡിയിലുണ്ട്. 2 പേർ മറ്റ് മാറി നിൽക്കുകയാണ്. അവരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടില്ല. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് മണ്ണാർക്കാട് അലനല്ലൂരിൽ സംഭവം ഉണ്ടായത്. ഇവര് മദ്യലഹരിയിലായിരുന്നോ? പക്ഷെ പിന്നീട് പോലീസ് പിടികൂടുമ്പോഴും പോലീസിനോടും അസഭ്യവർഷവും പോലീസിനോടും തട്ടിക്കയറുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായും ഇവർ ലഹരി ഉപയോഗിച്ചിരുന്ന തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്നാണ് വ്യക്തമായത്. ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തുന്നതേ ഉള്ളൂ. അല്പസമയത്തിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഈ യുവാക്കളിൽ ചിലർ തിരിച്ചും കൗണ്ടർ കേസായും പരാതി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും 3 യുവാക്കളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മറ്റുള്ള 2 പേർക്കായുള്ള 2 പേരെ കൂടി പോലീസ് നിരീക്ഷണത്തിലുമുണ്ട്. അവരെയും അധികം വൈകാതെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം.